ഹജ്ജ് യാത്രയ്ക്ക് കോഴിക്കോട് നിന്നുള്ള ഉയർന്ന വിമാന നിരക്കിൽ ഇടപെടില്ലെന്ന കേന്ദ്ര നിലപാടിൽ പ്രതിഷേധം ശക്തം. കരിപ്പൂർ വിമാനത്താവളത്തെ തകർക്കാനുള്ള നീക്കമാണിതെന്നാണ് ആരോപണം. കൊച്ചി, കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് 40,000 രൂപയാണ് കോഴിക്കോട് നിന്നുള്ള ഓരോ യാത്രക്കാരനും അധികമായി നൽകേണ്ടി വരിക. എന്നാൽ കോഴിക്കോട് വിമാനത്താവളത്തിന്റെ ഭൗമപരമായ പ്രത്യേകതയാണ് നിരക്ക് വർധനയ്ക്ക് കാരണമായതെന്നാണ് സിവിൽ വ്യോമയാന വകുപ്പ് സെക്രട്ടറിയുടെ വിശദീകരണം. VS രഞ്ജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, പലതവണ ഈ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട് വരുന്ന ഘട്ടങ്ങളിലെല്ലാം ഈ വിഷയം നമ്മൾ ഉന്നയിക്കുന്നതാണ്, നമ്മൾ കേൾക്കുന്നതാണ്, വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതാണ്. കൊച്ചിയിൽ നിന്നും കണ്ണൂരിൽ നിന്നുമുള്ളതിനേക്കാൾ 40,000 തുക അധികം കൊടുക്കുമ്പോൾ സ്വാഭാവികമായും യാത്രക്കാർ കുറയും. ഇപ്പോൾ തന്നെ വലിയ കുറവ് വന്നിട്ടുണ്ട് യാത്രക്കാർക്ക് എന്നാണ് മനസ്സിലാകുന്നത്. അത് കരിപ്പൂർ വിമാനത്താവളത്തെയും ബാധിക്കും എന്നതാണ് പ്രശ്നം, അല്ലേ? തീർച്ചയായിട്ടും നേരത്തെ കരിപ്പൂർ വിമാനത്താവളത്തെയായിരുന്നു ഹജ്ജ് യാത്രക്കാർ കൂടുതലും ആശ്രയിച്ചിരുന്നത്. വലിയ ഹജ്ജ് ക്യാമ്പ് നടക്കുന്ന സ്ഥലമാണ് കരിപ്പൂർ വിമാനത്താവളം. കഴിഞ്ഞ 2024 ഇതേ പ്രശ്നമുണ്ടായിരുന്നു. 2024 ഏകദേശം 9,000-ലധികം യാത്രക്കാർ, 10,000-ന് താഴെ യാത്രക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇത്തവണ അത് പകുതിയായി ചുരുങ്ങി 5,000-ൽ പരം യാത്രക്കാർ മാത്രമാണ് ഇപ്പോൾ കരിപ്പൂർ വിമാനത്താവളത്തെ ആശ്രയിക്കുന്നത്. ഇതേ രീതിയിൽ നിരക്ക് പോയി കഴിഞ്ഞാൽ വരും വർഷങ്ങളിൽ കരിപ്പൂരിൽ നിന്ന് ഹജ്ജിന് പോകാൻ യാത്രക്കാരില്ലാതാവുകയും അത് കരിപ്പൂർ വിമാനത്താവളത്തെ തന്നെ പ്രതികൂലമായി ബാധിക്കുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ കണ്ണൂരിലും അതുപോലെ കോഴിക്കോടിനെയും താരതമ്യം ചെയ്യുമ്പോൾ കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ട് നിന്നും പോകുമ്പോൾ കോഴിക്കോട്ട് കരിപ്പൂരിൽ നിന്ന് പോകുന്ന സമയത്ത് 40 എയറോനോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് വ്യത്യാസമുള്ളത്. അതിൻ്റെ നിരക്ക് വ്യത്യാസം എന്ന് പറയുന്നത് 40,000 രൂപയാണ്. ഒരേ തരം വിമാനമാണ് കണ്ണൂരിൽ നിന്നും കോഴിക്കോട്ട് നിന്നും പോകുന്നത്. ഒരേ അളവിലുള്ള യാത്രക്കാർ, ഒരേ എണ്ണം യാത്രക്കാരാണ് പോകുന്നത്. അപ്പോൾ ചെറിയ വിമാനമാണ്, യാത്രക്കാരുടെ എണ്ണം കുറവാണെങ്കിലൊക്കെ ഈ വിമാന നിരക്കിൽ വലിയ മാറ്റം വരാം. പക്ഷേ ഈ വിമാനയാത്രാ നിരക്ക് ഒരേപോലെ അല്ലാത്തതിൻ്റെ കാരണമായിട്ട് ഇപ്പോൾ വ്യോമയാന മന്ത്രാലയം പറയുന്നത് അതിൻ്റെ ഭൗമപരമായ പ്രത്യേകതകളും ടോബിൾ ടോപ്പ് അതുപോലെ റൺവേ തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ ഭൗമപരമായ പ്രത്യേകതകൾ കൊണ്ടാണ് എന്ന് കാരണം പറയുന്നു. പക്ഷേ ഇതൊന്നുമല്ല നേരത്തെയൊക്കെ ഇത്തരത്തിൽ നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള കാരണം. പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെതിരെ രംഗത്തെത്തുന്നു. അതുപോലെ തന്നെ മലബാറിലെ ഡെവലപ്മെന്റ് ഫോറം ഉൾപ്പെടെ VS രഞ്ജിത്താണ് നമുക്കൊപ്പം ചേർന്നത്. ഹജ്ജുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ഈ പരാതി ഉയരാറുണ്ട്. 40,000 രൂപയൊക്കെ കൂടുതൽ, യാത്രക്കാർ പകുതിയിലും താഴെ വന്നിരിക്കുന്നു കോഴിക്കോട്. അങ്ങനെ വന്നാൽ കോഴിക്കോട് വിമാനത്താവളത്തിന്, കരിപ്പൂർ വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും. കണ്ണൂരിനും കൊച്ചിക്കും വേണ്ടി കോഴിക്കോടിനെ തകർക്കുകയാണോ എന്നാണ് ചില ആളുകൾ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾ പ്രസക്തവുമാണ്. തീർച്ചയായിട്ടും ഈ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളെ വിഷമിപ്പിക്കുന്ന ഒരു തീരുമാനമാണ്. അതിന് സർക്കാർ കൊടുക്കുന്ന ന്യായീകരണം, കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ന്യായീകരണം, എയർ ഇന്ത്യ അതിൽ ടെൻഡർ കൊടുത്തപ്പോൾ ആ ടെൻഡർ തുക ഏറ്റവും കുറഞ്ഞ ടെൻഡർ തുകയാണത്രേ. ആ ടെൻഡർ തുകയിൽ കുറഞ്ഞതൊന്നും കോട്ട് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പക്ഷേ ശരിയല്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. 2 വിമാനത്താവളങ്ങൾ, അവിടെ നിന്നൊരു 3-4 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രം അടുത്ത 2 വിമാനത്താവളങ്ങളെക്കാൾ 40,000 കൂടുതലാണെങ്കിൽ ആളുകൾ സ്വാഭാവികമായും കൊച്ചിയും കണ്ണൂരും തിരഞ്ഞെടുക്കും. അങ്ങനെ വന്നാൽ കോഴിക്കോട് വഴിയുള്ള യാത്ര ഇല്ലാതാവും. ആ എയർപോർട്ടിന് കിട്ടേണ്ട ഫെസിലിറ്റി ചാർജ് അടക്കം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ആ എയർപോർട്ട് നശിച്ചു പോവും. അതല്ലേ വാസ്തവം?